ഡിയേഴ്സ്, ഇന്ന് നമുക്ക് വ്യത്യസ്തമായ രുചിയിൽ ക്യാബേജ് തോരൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ എങ്ങനെയാന്ന് വേഗം പോയി വീഡിയോ കണ്ടിട്ട് വരാം. ക്യാബേജ് ആദ്യം ഒന്ന് ഞാൻ അരിഞ്ഞ് ഉപ്പ് ഇട്ട വെള്ളത്തിൽ ഒന്ന് കുറച്ച് സമയം ഇട്ടിട്ട് അതൊന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. പിന്നെ വേവിച്ച ചെറുപയർ, തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമ്മൾ പച്ചമുളകും തേങ്ങയും ചെറിയുള്ളിയും കൂടെ അതിന് ചതച്ചെടുക്കാനേ പാടുള്ളൂ, ഒത്തിരി അരഞ്ഞു പോകരുത്. നമ്മൾ ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ക്യാബേജും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ക്യാബേജ് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇട്ട മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്യും. പിന്നെ ഇതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട, ഓൾറെഡി അതിലൊരു വെള്ളത്തിന് മയം ഉണ്ടാവും, അതിൽ തന്നെ നമുക്ക് കുക്കായി കിട്ടിക്കോളും. എക്സ്ട്രാ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജ് നന്നായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ ഇതാ നമ്മുടെ ക്യാബേജ് ഓൾമോസ്റ്റ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് മതി നമ്മുടെ ക്യാബേജൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇനി ഈ സമയത്ത് നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യണം. നമ്മൾ ആ തേങ്ങയൊക്കെ നന്നായി കുക്കായി വരണം. അതുവരെ നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചൊക്കെ വേവിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ചെറുപയർ ചേർക്കേണ്ടത്. ഏറ്റവും ലാസ്റ്റ് ചെറുപയർ ചേർത്താൽ മതി, കാരണം ഓൾറെഡി കുക്ക്ഡാണ്. അതുകൊണ്ട് നമ്മൾ മുമ്പേ ചേർത്തിട്ടുണ്ടെങ്കിൽ ചെറുപയർ ഈ പറഞ്ഞ പോലെ കുഴഞ്ഞെല്ലാം കൂടെ കുഴഞ്ഞു പോകും. നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വിട്ട് കിട്ടണമെങ്കിൽ ചെറുപയർ ലാസ്റ്റ് ചേർത്താൽ മതി. ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് ചെറുപയർ തോരൻ റെഡിയാണ്. ഇതുവരെ ഇങ്ങനെ നിങ്ങൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തോ, ഇഷ്ടപ്പെടും. ക്യാബേജ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ, അത്ര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. Bye.